കഞ്ഞിക്കുഴി നടക്കുന്ന ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ 4ാം ദിനത്തെ മത്സരങ്ങളും പുരോഗമിക്കുന്നു. പോയിന്റ് നിലവാരത്തിൽ തൊടുപുഴ ഉപജില്ല 1ാം സ്ഥാനത്ത് തുടരുകയാണ്. കട്ടപ്പന ഉപജില്ല 2ാം സ്ഥാനത്തും അടിമാലി ഉപജില്ല 3ാം സ്ഥാനത്തും തുടരുന്നു. വിശദാംശങ്ങളുമായി ബിജു വൈശ്വം ചേരുന്നു. ബിജു, നിലവിൽ മത്സരങ്ങൾ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? ഇതിനെ 35ാമത് ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം അതിന്റെ 4ാം നാള് ഇടുക്കി കഞ്ഞിക്കുഴിയിൽ പുരോഗമിക്കുകയാണ്. പ്രധാന വേദിയായ തേൻപരിക്കയിൽ നൃത്ത ഇനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 126 ഐറ്റങ്ങൾ പൂർത്തിയാകുമ്പോൾ തൊടുപുഴ വിദ്യാഭ്യാസ ജില്ല 522 പോയിന്റുമായി 1ാം സ്ഥാനത്ത് തുടരുകയാണ്. കട്ടപ്പന വിദ്യാഭ്യാസ ഉപജില്ല 513 പോയിന്റുമായി 2ാം സ്ഥാനത്തുണ്ട്. അടിമാലി വിദ്യാഭ്യാസ ഉപജില്ല 358 പോയിന്റുകളുമായി 3ാം സ്ഥാനത്താണ്. 103 പോയിന്റുമായി നെടുങ്കണ്ടം ഉപജില്ലയാണ് 4ാം സ്ഥാനത്തുള്ളത്. നമുക്ക് UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം വ്യത്യസ്തമായി പരിശോധിച്ചാൽ UP വിഭാഗത്തിൽ കട്ടപ്പന 108 പോയിന്റുമായി 1ാമതാണ്. നെടുങ്കണ്ടം 103 പോയിന്റുമായി 2ാമതാണ്. തൊടുപുഴ തൊട്ടടുത്തുണ്ട്, 1 പോയിന്റ് വ്യത്യാസമാണ്. 102 പോയിന്റുമായി തൊടുപുഴയും 3ാം സ്ഥാനത്ത് നിൽക്കുന്നു UP വിഭാഗത്തിൽ. ഹൈസ്കൂളിലേക്ക് എത്തുമ്പോഴാണെങ്കിൽ തൊടുപുഴ 205 പോയിന്റുമായി 1ാമതുണ്ട്. കട്ടപ്പനയ്ക്ക് 199 പോയിന്റാണ് ഉള്ളത്. അടിമാലി ആകട്ടെ 179 പോയിന്റുമായി 3ാം സ്ഥാനത്തുമുണ്ട്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ തൊടുപുഴ 215 പോയിന്റുമായി 1ാമത് നിൽക്കുന്നു. കട്ടപ്പന 206 പോയിന്റുമായി 2ാം സ്ഥാനത്ത് തുടരുന്നു. അടിമാലി ഹൈസ്കൂൾ വിഭാഗത്തിലെ പോലെ തന്നെ 179 പോയിന്റുമായി 3ാം സ്ഥാനത്തും തുടരുകയാണ്. സ്കൂൾ തലം എടുത്ത് പരിശോധിച്ചാൽ കുമ്പൻപാറ ഫാത്തിമ സ്കൂൾ ഓവറോളായി ലീഡ് ചെയ്യുന്നുണ്ട്. ഇന്നലെ വേദി ഒന്നിൽ നിന്നും മാറ്റിവെച്ച മത്സരങ്ങൾ സമാപന ദിവസമായ നാളെ ശനിയാഴ്ച അതേ വേദിയിൽ തന്നെ അരങ്ങേറും എന്ന് വിദ്യാഭ്യാസ ഉപഡയറക്ടർ സാജി S അറിയിച്ചിട്ടുമുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്ന് ഉച്ചയോടുകൂടി 1 മണിക്ക് ശേഷം, അതായത് ഈ ബുള്ളറ്റിൻ കഴിയുന്നതിന് ശേഷത്തേക്ക് ഏകദേശം നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമെന്ന് പറയുന്നത് വിദ്യാഭ്യാസ സംഘടനകളുടെ പ്രതിഷേധമാണ്. കോഴ വിവാദം ഉയർന്ന 35ാമത് റവന്യൂ സ്കൂൾ കലോത്സവത്തിന്റെ വേദിയിലേക്ക് SFIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം എത്തുന്നു എന്ന് നമുക്ക് അറിയുവാൻ കഴിഞ്ഞിട്ടുണ്ട്. DDക്കെതിരെയാണ്, വിദ്യാഭ്യാസ ഉപഡയറക്ടർക്കെതിരെയാണ് SFIയുടെ പ്രതിഷേധം, വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം. കാരണം കോഴ വിവാദം ഉയർന്നു. ഡെപ്യൂട്ടി ഡയറക്ടർ അതിന് നിയമ നടപടി കഞ്ഞിക്കുഴി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട്. നിരവധി സ്കൂളുകളിൽ നിന്നെത്തിയ നൃത്താധ്യാപകരും വിദ്യാർത്ഥികളും ഒരുപാട് പരാതികൾ DDക്ക് നൽകിയിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് വിദ്യാഭ്യാസ ഉപഡയറക്ടർ കഞ്ഞിക്കുഴി പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. നിയമ നടപടി സ്വീകരിച്ചുവെങ്കിലും കോഴ വിവാദത്തിലുണ്ടായ വലിയൊരു നഷ്ടം മത്സരാർത്ഥികൾക്കുണ്ടായി. ഇന്നലെ മേക്കപ്പ് ഇട്ട വിദ്യാർത്ഥികൾക്ക് മേക്കപ്പ് അടിച്ചു മാറ്റി മടങ്ങേണ്ട ഒരു സാഹചര്യം, അത് വലിയൊരു സാമ്പത്തിക നഷ്ടം, മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായ സാഹചര്യത്തിലാണ് ഡയറക്ടർക്കെതിരെ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം ഉയർന്നത്. എന്നിരുന്നാൽ തന്നെയും വിവാദത്തിലെ ആരോപണ വിധേയനായ നൃത്താധ്യാപകൻ എന്താണെങ്കിലും 35ാമത് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ 4ാം ദിനത്തിലും ഈ വേദിയിലേക്ക് വന്നിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു.